Good afternoon. Good afternoon. Sound off ആണോ? Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. Hi, good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. എല്ലാവർക്കും good afternoon. ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും കയറിയത്? മിസ് ഭക്ഷണം കഴിച്ചാ? ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എന്താ? എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഞാനത് ബാങ്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്നപ്പോ 1 മണിയൊക്കെ ആയി. പിന്നെ ഞാൻ കഴിക്കാൻ പറ്റിയില്ല. നല്ല ആക്റ്റീവ് ആണ്, കുഴപ്പമില്ല. ഇനിയിപ്പോ 3:30 വരെ ക്ലാസ് അല്ലേ? 3:30 വരെ ക്ലാസ് ആണ്. കഴിച്ചിട്ടില്ല, പക്ഷെ വിശക്കുന്നുണ്ട് നല്ലോണം. നമ്മുടെ ജയദേവ് സാറിന്റെ ബർത്ത്ഡേ ആണ്. സാറിന്റെ ബർത്ത്ഡേയാ, എന്തെങ്കിലും ട്രീറ്റ് കിട്ടാന്ന് പ്രതീക്ഷിച്ചിരിക്കുക. ഇനിയിപ്പോ ട്രീറ്റ് 4 മണിക്കോ? എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത്. അതാണ് ഒരു പ്രതീക്ഷ. ചെറിയ സ്നാക്സിന് വേണ്ടിട്ട് ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാതിരുന്നില്ല എന്ത് സംഭവിക്കുമെന്ന് നോക്കണമല്ലോ. കഴിക്കാതിരുന്നാ വേറെ അതല്ല, അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് തീരാൻ പോവാണല്ലേ? അടുത്ത ചൊവ്വാഴ്ച കൂടെ വിഷമമുണ്ടോ? വിഷമുണ്ട്, നല്ല രീതിക്ക് വിഷമമുണ്ടോ? എന്നാലും പരീക്ഷ അല്ലേന്ന് ഓർക്കുമ്പോ ആദ്യമുണ്ട്. പരീക്ഷ നിങ്ങക്ക് സിമ്പിൾ ആയിട്ട് പാസ്സാവാൻ പറ്റും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പാസ്സായാ മതി. പാസ്സാവും, എല്ലാരും പാസ്സാവും കേട്ടോ. അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് പിന്നെ നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ, അതോർത്തിട്ടാണ് എന്റെ വിഷമം. ആ സമയമാകുമ്പോ കുറച്ച് ഒരു ഇതുണ്ടാകും. തിങ്കള് ബുധൻ വെള്ളി ആ സമയമാകുമ്പോ എന്തോ ഒരു ബ്ലാങ്ക് ആയിട്ട് ഉള്ളൊരു ഫീൽ വരും. ഫീലിംഗ് ഉണ്ടാവും അല്ലേ? മിസ്സായിപ്പോ മേഡത്തിനെ. അതെ, മിസ് ഭയങ്കര ഒരു മിസ്സിംഗ് ഫീല് ആയിപ്പോയില്ല. എന്താണ്? ഭയങ്കര ഫ്രണ്ട് ആയിപ്പോയില്ല. നിങ്ങൾക്ക് ഉണ്ടാവുന്ന വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, ഇല്ലാണ്ടാ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇതിനകത്ത് കുറച്ച് പേര്, വളരെ കുറവ് പേര് മാത്രമേ എനിക്കറിയുള്ളൂ. നമ്മുടെ ഈ സെറ്റ് ഗാലറിന്ന് അറിയാം, സിജേനെ അറിയാം, അബ്ദുൾ സമദിനെ അറിയാം, പിന്നെ ആർദ്ര ദീപക്, ഇവരൊക്കെ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പേരുകളും കാര്യങ്ങളൊക്കെ അറിയാം. ബാക്കിയുള്ളവരെ ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. നമുക്ക് ഇവിടെ പേര് വരും, പ്രൊഫൈല് നിങ്ങളുടെ DP ആ സംഭവം ഇവിടെ തെളിയുന്നത് കാണാം. എന്നാലും നമ്മള് അധികം ശ്രദ്ധിക്കാറില്ല. ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പരിചയപ്പെടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ് കഴിയുന്ന ദിവസം, അതായത് തിങ്കളാഴ്ച വരുന്നുണ്ടല്ലോ ഒരു ക്ലാസ്, ആ ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം. ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിലാണ് പരിചയപ്പെട്ടത്, പക്ഷെ നമ്മുടെ ക്ലാസ്സിന്റെ ഇത് മൂലം ലാസ്റ്റ് ആണ് പരിചയപ്പെടുള്ളതെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ അതിനകത്ത് ചാപ്റ്റർ എടുത്തോ? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുത്തല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാന് ഈ ഭാഗത്ത് നിന്ന് എടുക്കാൻ പോകുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. എടുത്തു വെച്ചോളൂ. അത് തുടങ്ങിയല്ലേ ഇനി എടുക്കാനുള്ളത്? അതെ.
അത് അത് വിട്ടിട്ട് ഇന്ന് മിസ് വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അത് കംപ്ലീറ്റ് ആക്കി. അതെയോ? അത് കംപ്ലീറ്റ് ആക്കിയോ? ചാപ്റ്റർ ഫിനിഷ് ചെയ്തോ? ആ ഇന്ന് കുറച്ച് സമയം കിട്ടിയായിരുന്നു മിസ്സിന്. അപ്പൊ മിസ് ഇല്ലാതെ മുഴുവൻ ആക്കിയോ? വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആതിര മിസ് എടുത്തു അല്ലെ? അതായത് ഈ പാർട്ടില്ലേ പറയുന്നേ, ഇതല്ലേ 8 creative way to increase patient satisfaction അതെടുത്തു. അത് തുടങ്ങി നമ്മുടെ എൻകറേജിംഗ് ലൈഫ് ലേണിംഗ് അതുവരെ എടുത്തു. അപ്പൊ ഇനി എടുക്കാനുള്ളത് ഈ ഭാഗമാണ് കേട്ടോ, ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ ബെനിഫിറ്റ്സ് നമുക്കൊന്ന് നോക്കാം. Patient satisfaction surveys are an important way to scale how the patients feel about their experience with the practice. Contented patients are more probably to suggest the hospital to others, and they are also less probable to file complaints. Earning and maintaining high patient satisfaction scores benefits medical organization and the patients in a lot of ways. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് പേഷ്യൻസിന് ആശുപത്രിയിലെ അല്ലെങ്കിൽ ക്ലിനിക്കില് ലഭിച്ചിട്ടുള്ള സേവനങ്ങളെ കുറിച്ച് അവർക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അതിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ക്ലിനിക്കിനെ കുറിച്ച് അവർക്ക് എന്താണ് അവരുടെ മൈൻഡിൽ തോന്നുന്നത്, അവരുടെ തോട്ട് പ്രോസസ്സിൽ എന്തൊക്കെയാണ് ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇമേജ് ആ ഒരു എന്താ പറയാ ഒരു പിക്ചർ അതിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗത്തെയാണ് നമ്മൾ എന്ത് പറയാ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയാം. അപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി എന്താണ് ഞാൻ ഒന്നും കൂടി പറയാം. ഞാൻ മൈക്ക് ഓഫ് ചെയ്തതാണ് കേട്ടോ, മൈക്ക് PDF കാണുന്നില്ല, പേജ് നമ്പർ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാല് ഒരു ആശുപത്രിയില് ഒരു രോഗി ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ക്ലിനിക്കിനെ കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത്, ടോട്ടൽ എന്താണ് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു ഇവാലുവേഷൻ, അതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ വിലയിരുത്താനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗത്തെ എന്ത് പറയാം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയാം. PDF കാണുന്നില്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് ഓക്കെ, അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഹോസ്പിറ്റലിനെ കുറിച്ച് തോന്നുന്നത് ആ ഒരു ഇവാലുവേഷൻ നടത്താനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്ക് പലയധികം ബെനിഫിറ്റ്സുകൾ ഉണ്ട്. എന്ന് വെച്ചാല് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രോഗികള് എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് ആശുപത്രിയെ സജസ്റ്റ് ചെയ്യും അല്ലെ? ഇപ്പൊ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് നല്ല രീതിയിലാണ് അവിടുത്തെ സർവീസ് കിട്ടിയത്, എന്റെ രോഗം മാറി, നല്ല രീതിയിൽ അവര് എന്നെ സെർവ് ചെയ്തു, ട്രീറ്റ് ചെയ്തു, ആ ഒരു രീതിയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും,
വേറെ ആരെങ്കിലും രോഗം പോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയും അല്ലെ, നമ്മൾ പറയാറില്ലേ, ആ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കൂ, അല്ലെങ്കിൽ ആ ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറയൂ അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള സർവേ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് സംതൃപ്തരായിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവര് മറ്റു രോഗികൾക്ക് എന്ത് ചെയ്യുന്നു, ഇത് സജസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ രോഗികളുടെ പക്കൽ നിന്ന് പരാതികൾ കിട്ടാനുള്ള സാധ്യതയും കുറവാണ് അല്ലെ. നമ്മൾ ചില ഡോക്ടേഴ്സിന്റെ ചേംബറിന് മുമ്പിലൊക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പല ഏരിയകളിലായിട്ട് പരാതി പരിഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാം അല്ലെ. ചില നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്കോ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കോ മെസ്സേജുകൾ അയക്കുക എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവില്ലേ നമ്പറുകൾ അല്ലെ. അത് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിലാണ് അല്ലെ. അപ്പൊ കംപ്ലൈന്റുകൾ കുറയാനായിട്ട് ഇത്തരത്തിലുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ സഹായിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഓൾറെഡി സർവേവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നതുകൊണ്ട് എന്താണ് കുറവ് എന്ന് അറിയാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വളരെയധികം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നല്ല ഉയർന്ന രീതിയിൽ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ ആശുപത്രികൾക്കും രോഗികൾക്കും പലവിധ ഗുണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നൽകുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഇത് മൂലം ഈ സർവേ കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ സർവേ കൊണ്ടുള്ള മറ്റു ചില ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗികളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ആശുപത്രിയുടെ നല്ല പേര്, അവരുടെ ഒരു എന്താ പറയാ നല്ലൊരു പിക്ചർ അവരെ കുറിച്ച് ലഭിക്കുന്നു. അതുപോലെ തന്നെ ആശുപത്രിയുടെ വരുമാനം വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഒക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നികത്തി കഴിഞ്ഞാൽ കൂടുതലായിട്ട് പേഷ്യൻസ് വരികയും അവരുടെ ഇൻകം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ അല്ലേ? അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് വായിച്ചോളൂ. പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ, ഹൈ പ്രൊഡക്ടിവിറ്റി. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. വായിച്ചു കഴിഞ്ഞിട്ട് തമ്പ് ചെയ്താൽ മതി.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ, പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ. Patients have more choices in connection with their healthcare than ever before. Satisfied patients are more probable to be faithful patients. This not only means that they will schedule the necessary checkups, follow-ups, and other required appointments, but they are more probable to keep them. Satisfied patients are also brand ambassadors for hospitals. They tell their friends and family about good experience and bad ones with their friends and family. Okay. അതായത് രോഗികളുടെ വിശ്വസ്തത അല്ലെങ്കിൽ അതിന്റെ തുടർച്ച, ദാറ്റ് ഈസ് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രോഗികളാണെങ്കിൽ അവര് വീണ്ടും അതേ ആശുപത്രിയിൽ വരാനും അവിടുത്തെ സേവനം ഉപയോഗിക്കാനും അവർക്ക് കഴിയും. ഓക്കെ, നമ്മൾ ഒരു ദിവസം ഒരു ആശുപത്രിയിൽ പോയി നല്ല രീതിയിൽ നമുക്ക് അവിടുന്ന് സർവീസ് കിട്ടിക്കഴിഞ്ഞാല് വീണ്ടും എന്ത് ചെയ്യും, അതേ ആശുപത്രിയിലല്ലേ നമ്മൾ പോവുള്ളൂ, ആണോ? ഫോർ എക്സാമ്പിൾ, എനിക്കൊരു തലവേദന വന്നെന്ന് വിചാരിക്കുക. തലവേദന വന്നപ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റലാണ് ചൂസ് ചെയ്തത്. അവിടെ ചെന്നപ്പോ ആ ഡോക്ടറെ ഞാൻ കണ്ടു. ആ ഡോക്ടർ പറഞ്ഞു എന്റെ മരുന്നുണ്ട്, കൂടാതെ വേറൊരു ഡോക്ടറിനെയും കൂടി കാണിക്കണം. ആ ഡോക്ടറിന്റെ മരുന്ന് ചിലപ്പോൾ ഇയാൾ കഴിക്കേണ്ട വരുമെന്ന് എന്നോട് പറയുവാണ്. ആ 2 മെഡിസിൻസും ടേക്ക് ചെയ്തതിനു ശേഷം എനിക്ക് നല്ല രീതിയിൽ ഡിഫറൻസ് തോന്നുവാണ്. അപ്പൊ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാല് ഞാൻ ആ ഹോസ്പിറ്റൽ തന്നെയല്ലേ ചൂസ് ചെയ്യുള്ളൂ, ആണോ? കാരണം എന്റെ എല്ലാ തരത്തിലുള്ള ഹിസ്റ്ററിയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആ ഹോസ്പിറ്റലിന് അറിയാം, ആ ഡോക്ടേഴ്സിന് അറിയാം. അപ്പോ അവിടെയുള്ള സേവനം തന്നെയാണ് എന്ത് ചെയ്യുക, വീണ്ടും ഞാൻ ഓപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ സംതൃപ്തരായിട്ടുള്ള രോഗികളാണെങ്കിൽ, അവർക്ക് രോഗം മാറിയിട്ടുണ്ടെങ്കിൽ, അവരുടെ അസുഖത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതേ ആശുപത്രിയിൽ തന്നെ വരാനാണ് ചാൻസ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അവര് കൃത്യമായിട്ട്, അതായത് പെട്ടെന്ന് തന്നെ രോഗികൾക്ക് എപ്പോഴും പെട്ടെന്ന് അസുഖം മാറുന്നതിനും അതുപോലെ തന്നെ മറ്റു രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകളും പരിശോധനകളും കൃത്യമായിട്ട് നടത്തും, അല്ലെ? നമ്മൾ ഒരു പ്രാവശ്യം ഡോക്ടറെ കാണാൻ പോയി, മരുന്ന് തന്നു, അതിനുശേഷം ആ ഡോക്ടർ പറയുവാണ് 1 മാസം കഴിഞ്ഞ് വീണ്ടും ചെല്ലാനായിട്ട് പറയുവാണ്, അല്ലെ? അപ്പൊ നമ്മൾ പോകണ്ടേ 1 മാസം കഴിഞ്ഞിട്ട്? നമ്മൾ കൃത്യമായിട്ട് ചെല്ലണ്ടേ ആ ഡേറ്റിൽ തന്നെ? എന്നാലല്ലേ നമ്മൾക്ക് ആ അസുഖത്തെ പൂർണ്ണമായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, അപ്പൊ ഫോളോ അപ്പുകൾ എടുക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് പരിശോധനകൾ നടത്തേണ്ടതും ആവശ്യമാണ്. ഇപ്പൊ ഡോക്ടർ ഇന്നലെ ചെന്നിട്ട് ഡോക്ടർ പറയുവാണ് നിങ്ങൾ ഒരു എൻഡോസ്കോപ്പി ചെയ്യൂ 2 ആഴ്ച കഴിഞ്ഞിട്ടെന്ന് പറയുവാണ്. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ആ എൻഡോസ്കോപ്പി എടുത്താൽ മാത്രമാണ് നമ്മൾക്ക് എന്താണ് കണ്ടീഷൻ, നമ്മളുടെ ഇനി ഫ്യൂച്ചറിൽ നമ്മളുടെ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെ? എടുക്കാതെ വന്നു കഴിഞ്ഞാൽ അത് പകുതിക്കിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. എന്ത് അസുഖമാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ഫോളോ അപ്പ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ എന്ത് ചെയ്യാം, നമ്മൾക്ക് പങ്കുവയ്ക്കാം, അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്, അല്ലെ? ഷെയർ ചെയ്തിട്ടില്ല എന്റെ എക്സ്പീരിയൻസ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള. കാരണം അത് നല്ല ഹോസ്പിറ്റലാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്തത്, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാനായിട്ടും സാധിക്കും. ദാറ്റ് ഈസ് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിറ്റൻഷൻ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത പോയിന്റ് ഒന്ന് നോക്കാം. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. എന്താണ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാല് ലാഭവർധനയാണ് കേട്ടോ. ലാഭം, അതായത് അവരുടെ വരുമാനം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. Contented patients eventually led to increased profits for hospitals in many ways. First, contented patients shop for their appointments, which means that hospitals don't lose money on dead hours during the day. Second, they also provide grand reviews and patient satisfaction survey result that leads to new patient acquisition and improved insurance reimbursement.
എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് രോഗികൾക്ക് അപ്പോയിന്റ്മെന്റുകള് മുടങ്ങാതെ, അതായത് രോഗികൾ അപ്പോയിന്റ്മെന്റ്, പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? മുടങ്ങാതെ എടുക്കാറുണ്ട്, ഇല്ലേ? പേഷ്യൻസ്, നിങ്ങളിപ്പോ ഏതെങ്കിലും ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ സമയത്തിന് തന്നെ ചെല്ലാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറില്ലേ? ഉണ്ടോ? ഉണ്ട്. ചില സമയത്ത് ചില ഹോസ്പിറ്റൽ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് അല്ലേ? അഡ്വാൻസ് ബുക്കിംഗിൽ നമ്മൾ പൈസ കൊടുക്കണോ? ചാർജ് ചെയ്യണോ? ചെയ്യണം? ചെയ്യണ്ട? അഡ്വാൻസ് ബുക്കിംഗില് ചെയ്യണ്ട? ആ, ഓക്കെ. നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ആ സമയത്ത് തന്നെ ചെല്ലാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് ഹോസ്പിറ്റലിന് നല്ലൊരു എന്താ പറയാ ബെനിഫിറ്റ് ആണ് ഉണ്ടാക്കുക. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള നല്ല ഒപ്പീനിയൻസ്, അതുപോലെ തന്നെ നല്ല റിവ്യൂകള് പുതിയ രോഗികളെ ആകർഷിക്കും. നമ്മളിപ്പോ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല റിവ്യൂ ആണ് പറയുന്നെങ്കിൽ, നല്ല അഭിപ്രായമാണ് ഞാനിപ്പോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആ ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചിന്തിക്കും. അപ്പോ ഞാൻ കാരണം എന്ത് ചെയ്യുന്നു? ആ ഹോസ്പിറ്റലിന് നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് പുതിയ പേഷ്യൻസിനെ കിട്ടുന്നു. കിട്ടില്ല? അങ്ങനെ ഒരാള് മറ്റൊരാളോട് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിൽ പോവാനായിട്ട് തയ്യാറെടുക്കുന്നു. അപ്പോ അതുവഴി എന്ത് ചെയ്യും? പുതിയ പേഷ്യൻസിനെ ലഭിക്കും. അപ്പൊ ഇതുവഴി ആശുപത്രിയുടെ വരുമാനം വർദ്ധിക്കും, അല്ലെ? പിന്നെ അതുപോലെ ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ് പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാറുണ്ട്? ആശുപത്രിക്ക് വരുമാനം ലഭിക്കാറുണ്ട്. അപ്പൊ പുതിയ രോഗികൾ വരുന്നതും ഇത്തരത്തിലുള്ള സ്കീമുകളും ഒക്കെ എന്ത് ചെയ്യും? ആശുപത്രിയുടെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് ഇട വരുത്തുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൽ. അതെന്താണ് പറയുന്നത് നോക്കാം കേട്ടോ. അതായത് ജീവനക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് generating a patient-focused culture does not have to come at the cost of employee satisfaction. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. Healthcare settings are often high-stress environments. Training and strengthening the employee make them able to perform their jobs to the best of their abilities and makes them feel valued and increase staff retention. Experienced staff know how to carry out attentive service, patient-focused service that helps to boost patient satisfaction scores. ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് രോഗികളുടെ സംതൃപ്തി ജീവനക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് കൂടുതൽ ജോലി ചെയ്യാനും അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ നല്ല രീതിയിൽ മാനേജ്മെന്റിന്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റാഫുകള് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും, അല്ലെ? ഇപ്പൊ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പഠിച്ചതാണ്, അല്ലെ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാഫുകൾ എന്ത് ചെയ്യും? അവിടെ ജോലി ചെയ്യാനായിട്ട് തയ്യാറാകും, ഇല്ലേ? അവര് നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യില്ലേ? നല്ല ശമ്പളം കൊടുക്കുകയാണ്, നല്ല ട്രെയിനിങ് കൊടുക്കുകയാണ്, നല്ല സപ്പോർട്ട്, അവർക്ക് നല്ല പിന്തുണയൊക്കെ കൊടുക്കുകയാണെങ്കിൽ സ്റ്റാഫുകൾ എന്ത് ചെയ്യും? അവിടെ തന്നെ പിടിച്ചു നിൽക്കാനാണ് താല്പര്യപ്പെടുക. അപ്പൊ അവരുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ രോഗികൾക്ക് നല്ല രീതിയിലുള്ള രോഗിപരിചരണം അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൽ. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് ഹയർ പ്രൊഡക്ടിവിറ്റി ആണ് കേട്ടോ. ഹയർ പ്രൊഡക്ടിവിറ്റി നമുക്കൊന്ന് നോക്കാം. Investing in training and software to make better the patient's experience can also increase staff and provider productivity in the organization. For example, if hospitals execute secure online appointment scheduling and patient messaging, staff may spend as much as 50% less time on the phone with patients. Consequently, staff can perform extra tasks,
which allows us to run a learner office. Besides, when a hospital lessens the patient's no-show and late cancellations, hospitals have less dead time in scheduling and can maximum the patient time and related delay. Okay. ഇവിടെ എന്താ പറയുന്നേ? അതായത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതാണ് കേട്ടോ. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകള്, അതുപോലെ തന്നെ മെസ്സേജ് കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സമയം ലാഭിക്കും എന്നാ പറയുന്നത്. എങ്ങനെയാണ് സമയം ലാഭിക്കുന്നത് ഹോസ്പിറ്റലിന്റെ? എങ്ങനെയാ സമയം ലാഭിക്കുക? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ സമയം ലാഭിക്കുന്നത്? അതായത് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നു, പേഷ്യൻസിന് മെസ്സേജുകൾ പാസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നു. ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സമയം ലാഭിക്കുന്നുണ്ട്. സമയം ലാഭിക്കുന്നില്ലേ? പേഷ്യന്റിന്റെ സമയം ലാഭിക്കുന്നുണ്ട്, ജീവനക്കാരുടെ സമയവും ലാഭിക്കുന്നുണ്ട് അല്ലെ? ഫോൺ കോളുകൾ കുറവായിരിക്കുള്ളൂ. നമ്മൾക്ക് അധികം സ്ട്രെസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ? ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാം. തക്ക സമയത്ത് ഓരോരോ അപ്പോയിന്റ്മെന്റുകൾ നമ്മൾ റിസീവ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ പേഷ്യന്റിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അതുകൂടാതെ വേറൊരു തലവേദനയോ കാര്യങ്ങളോ ഒന്നും തന്നെ ജീവനക്കാർക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകള്, അതുപോലെ തന്നെ മെസ്സേജ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കൃത്യസമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ അവര്. നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാല്, ഇപ്പൊ നാളെയാണ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളത്, തലേ ദിവസം നമുക്ക് മെസ്സേജ് വരും അല്ലെ? നാളെ ഇന്ന ഡേറ്റില് ഇന്ന ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം എന്നുള്ള ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള മെസ്സേജ് നമ്മൾക്ക് റിസീവ് ചെയ്യും അല്ലെ? നമ്മൾ റിസീവ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടി നമ്മൾക്കിപ്പോ പേഷ്യന്റിന് എന്ത് ചെയ്യേണ്ട? വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. എംപ്ലോയിക്ക്, അതായത് സ്റ്റാഫിനെ ഇങ്ങോട്ട് നമ്മളെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. തക്കതായിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ പേഷ്യന്റിന്റെ ഫോണിലോട്ട് പോകും. അപ്പൊ ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകളും അതുപോലെ തന്നെ മെസ്സേജ് സംവിധാനങ്ങളും ഒക്കെ എന്താണ്? സമയം ലാഭിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അതായത് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ, ഇപ്പൊ ഓൺലൈൻ സംവിധാനങ്ങളായാലും മെസ്സേജിങ് സംവിധാനങ്ങളായാലും എംപ്ലോയീസിന് എന്ത് ചെയ്യാം? കൂടുതൽ അവരുടെ ജോലി കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ ജോലി എന്ത് ചെയ്യാൻ പറ്റും? കാര്യക്ഷമമായിട്ട് നടത്താനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങള് സുഗമമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ഹയർ പ്രൊഡക്ടിവിറ്റിയില് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിലൂടെ, അതായത് ഇത്തരത്തിലുള്ള ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ആയാലും മെസ്സേജിങ് സംവിധാനങ്ങളിൽ കൂടെ ക്യാൻസലേഷനുള്ള ചാൻസുകളൊക്കെ കുറവാണ്. വളരെ എന്താ പറയാ, ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അവർക്ക് അതായത് എന്താ പറയാ, അവരുടെ ജോലികൾ കൃത്യമായിട്ട് കാര്യക്ഷമതയോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ റെപ്യൂട്ടേഷൻ ആണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. റെപ്യൂട്ടേഷനും അതുപോലെ ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്.
കഴിഞ്ഞു. ഓക്കെ, അപ്പൊ റെപ്യൂട്ടേഷൻ നോക്കാം. പ്രശസ്തി അല്ലെങ്കിൽ നല്ല പേരെന്നൊക്കെ പറയൂ കേട്ടോ. Satisfied patients can improve your reputation in many ways. First, HCAHP codes are public specifically so people can learn about the physicians. They can consult and make an informed choice about their health care. Second, positive scores make the organization much more attractive options. Additionally, hospitals can utilize automated messages to ask the patients for feedback after their appointments. Some programs involve follow-up questions with the easy-to-follow links to ask contented patients to leave reviews on hospital, Google Business Profile, or other platforms. And finally, happy patients will suggest the hospital to friends and family. When it comes to referrals, word of mouth is the gold standard. Okay. ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം കേട്ടോ, ഒരു സെക്കൻഡ്. ഒരു ഫുൾ ഫോം എഴുതി എടുത്തോളൂ നിങ്ങൾ കേട്ടോ. HCAHPS അറിയാമോ നിങ്ങൾക്ക് എന്താണെന്നത്? HCAHPS ഫുൾ ഫോം അറിയാമോ ആർക്കെങ്കിലും? ഒരു സർവേ സംവിധാനമാണ് കേട്ടോ. സർവേ സംവിധാനമാണ് HCAHPS എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അതിന്റെ ഫുൾ ഫോം എഴുതി എടുത്തോളൂ. ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ്. Hospital consumer assessment of healthcare providers and systems എന്നുണ്ട് കേട്ടോ. systems. Hospital consumer assessment of healthcare providers and systems. എഴുതിയോ എല്ലാവരും? അതായത് ഇതും കൂടി എഴുതി ചേർത്തോളൂ കേട്ടോ. ആശുപത്രി സേവനങ്ങളെ കുറിച്ചുള്ള രോഗികളുടെ അനുഭവവും ആശുപത്രി സേവനങ്ങളെ കുറിച്ചിട്ടുള്ള രോഗികളുടെ അനുഭവവും സംതൃപ്തിയും അളക്കുന്നതിനുള്ള സർവേ. സംതൃപ്തിയും അളക്കുന്നതിനുള്ള സർവേ. അപ്പോ പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അവരുടെ സേവനത്തെ കുറിച്ചിട്ടുള്ള എന്താണ് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു രോഗി സർവേ സംവിധാനമാണെന്ത് HCAHPS എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ,
ഇനി നമുക്ക് ഇതിനെ കുറിച്ച് റെപ്യൂട്ടേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രോഗികളാണെങ്കിൽ അവർക്ക് ആശുപത്രിയുടെ നല്ല പേര് വർദ്ധിക്കാനായിട്ട് ഇടവരുത്തുന്നു അവര് കാരണം. അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആശുപത്രിക്ക് നല്ല റേറ്റിങ്ങുകളും അതുപോലെ തന്നെ നല്ല സ്കോറുകളും ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് അട്രാക്റ്റഡ് ആവും. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് ഞാൻ ആ ഹോസ്പിറ്റലിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, എനിക്ക് നല്ല രീതിയിൽ അവിടെ നിന്നുള്ള സർവീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലിന് ഒരു ഇതുണ്ടാകും, നല്ല രീതിയിൽ അവർക്ക് കെയർ കൊടുത്തിട്ടുണ്ട്, നല്ല സർവീസ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് അവർക്ക് ഉറപ്പുണ്ടാവും. അപ്പൊ അവരുടെ ഒരു നല്ല പേര് വർദ്ധിപ്പിക്കാനായിട്ട് ഞാനിത് 4 ആളുകളോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരും എന്ത് ചെയ്യും, അത് മറ്റുള്ള ആളുകളോട് പറയും. അതുവഴി ആശുപത്രിയുടെ റെപ്യൂട്ടേഷൻ കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല റേറ്റിങ്ങുകൾ, നല്ല റേറ്റ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നല്ല സ്കോർ കൊടുക്കുവാണെങ്കിൽ, നമുക്കറിയാം അല്ലെ, ഗൂഗിളില് റേറ്റ് ഒക്കെ കൊടുക്കുന്ന റിവ്യൂ ഒക്കെ ഇടുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മൾ ഏതെങ്കിലും ഡോക്ടറിനെയൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിവ്യൂ നോക്കാറുണ്ട് അല്ലെ? റിവ്യൂ നോക്കാറില്ലേ? സെർച്ച് ചെയ്യുന്ന സമയത്ത് റിവ്യൂ നോക്കാറുണ്ട് അല്ലെ? ഞാൻ റിവ്യൂ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. വാക്സിൻ എടുത്ത കാര്യം പറഞ്ഞു, ഒരു ഡോക്ടറെ കണ്ട കാര്യം പറഞ്ഞായിരുന്നോ? ENT സ്പെഷ്യലിസ്റ്റിനെ പറഞ്ഞായിരുന്നോ? ഓർത്തു നോക്കിയേ, പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറിനെ കുറിച്ച് ഞാൻ നല്ല രീതിയിൽ സെർച്ച് ചെയ്തു. ശരിക്കും എനിക്ക് എന്താ പറയാ, മൂക്കിന് ഒരു പ്രശ്നം, ഒരു സർജറിയുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനത് സെർച്ച് ചെയ്തത്. മൂക്കിന് സർജറി വേണം എന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു. അപ്പോ നമ്മള് എടുക്കെ പിടിച്ചത് ചെയ്യാൻ പാടില്ല, ചാടിക്കേറി മൂക്കിനൊക്കെയുള്ള സർജറി അല്ലേ, അപ്പൊ എടുക്കെ പിടിച്ചത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ഓർത്തിട്ട് വളരെ ചെറുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്തതാണ്. പക്ഷെ കുറച്ച് വലുതായിട്ടും അതുപോലുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്നെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഫിസിഷ്യനോട് ചോദിച്ചു, എന്ത് ചെയ്യണം ഡോക്ടറെ? അദ്ദേഹം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ അധികം ഹോസ്പിറ്റലൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു. അതിനുശേഷമാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ഒരു ഡോക്ടർ, നല്ല രീതിക്ക് റിവ്യൂ ഉണ്ട് ഡോക്ടർക്ക്. നമ്മുടെ കോക്ലിയ ഇംപ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർജറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, അത് നമ്മുടെ നോസിന്റെ സർജറി ആണെങ്കിലും ENT വിഭാഗവുമായിട്ടുള്ള എന്ത് സർജറി ആണെങ്കിലും നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഡോക്ടറെ കുറിച്ച് നല്ല റിവ്യൂ ആണ്. അതായത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, പേഷ്യൻസിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡോക്ടറിന്റെ പ്രത്യേകതകളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ പറയാ, ഉണ്ടല്ലേ, സെയിം എക്സ്പീരിയൻസ് ഉണ്ടല്ലേ. അപ്പൊ ഡോക്ടറിനോട് ജോർജ് കുരുവിള എന്ന് പറഞ്ഞ ഡോക്ടറാണ് കേട്ടോ, ലൂർദ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടറാണ്. ENT സ്പെഷ്യലിസ്റ്റ് ആണ്, പീഡിയാട്രിക് ENT ആണ്. അപ്പോ ഡോക്ടറെ ചെന്നപ്പോ ഞാൻ വിളിച്ചു ചോദിച്ചു, റിവ്യൂ നോക്കിയതിനു ശേഷം വിളിച്ചു ചോദിച്ചു, പീഡിയാട്രിക് ENT എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്, അപ്പൊ എന്റെ ഇതിനെ പറ്റി എനിക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഇത് പറ്റില്ല, ഒരു സജഷൻ എടുക്കാനായിട്ട് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ സജഷൻ എടുക്കാനായിട്ടാണ് ശരിക്കും പോയത്. പക്ഷേ ഡോക്ടറുടെ അണ്ടറിലാണ് ഞാനിപ്പോ ട്രീറ്റ് ചെയ്യുന്നത്. എന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഡോക്ടറുടെ അണ്ടറിലാണ്. സജഷന് പോയതാ, സർജറി വേണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടി മാത്രം പോയതാ. പക്ഷെ ഡോക്ടർ എനിക്ക് ആസ്മ വരുന്ന ഉള്ളൊരു പ്രശ്നം കൊണ്ട്, ആസ്മയാണല്ലോ എന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പോ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നോട് ഡോക്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുകയുണ്ടായി, അശ്വതി മൂക്കിലൂടെയാണല്ലോ ആദ്യം എന്തും കയറുക, എന്നിട്ടല്ലേ വായിലേക്ക് ചെന്നിട്ട് ശ്വാസനാളത്തിലേക്ക് ചെല്ലുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണ്, ശരിയല്ലേ, ആദ്യം മൂക്കിലൂടെയല്ലേ കയറുക, അണുക്കള് മൂക്കിലൂടെയല്ലേ കയറുക? ആണ്, ബാക്ടീരിയസ് ആണ്, എന്താണെങ്കിലും അണുക്കള് നമ്മുടെ മൂക്കിലൂടെ കയറുക, പിന്നീടാണ് വായി ചെല്ലുന്നതും ഉള്ളിലോട്ട് പോകുന്നതും ഒക്കെ. അപ്പൊ അതിനെയാണ് ആദ്യം പ്രിവെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു നാസൽ വാഷ് തന്നു, നാസൽ സ്പ്രേ തന്നു, പിന്നെ അലർജിയുടെ ഒരു ടാബ്ലറ്റ് തന്നു. അത് ഞാൻ കുറെ നാളായി ഇപ്പൊ കഴിക്കുന്നു. അലർജിയുടെ ടാബ്ലറ്റ് 2 ആഴ്ച കഴിച്ചുള്ളൂ കേട്ടോ, അത് നിർത്തി. പക്ഷെ നമ്മുടെ സൈനസൈറ്റിസ്, കഫക്കെട്ട് വരുമ്പോൾ സൈനസൈറ്റിസിന്റെ പ്രശ്നമൊക്കെ എനിക്ക് വരാറുണ്ട്. അപ്പൊ ഈ നാസൽ വാഷും നാസൽ സ്പ്രേയും
നല്ല രീതിയിൽ മുടങ്ങാതെ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ അന്ന് തുടങ്ങി ഇന്ന് വരെ എന്ത് ചെയ്യുന്നു, നിർത്താതെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ യോഗ ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പൊ യോഗ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു സാറും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞു, അതായത് നാസൽ വാഷ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലേക്ക് നമുക്ക് ബെനിഫിറ്റ് ഉള്ളതാണ്. കാരണം നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് എന്തെങ്കിലും അണുക്കളോ കാര്യങ്ങളോ കയറിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കതിനെ കഴുകി കളയാനായിട്ട് പറ്റും. അപ്പോ ഉള്ളിലോട്ട് അത് കടക്കില്ല. പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പോകും. അങ്ങനെയാണെന്ന് പറഞ്ഞത്. അതിനുശേഷം എന്റെ മോനും ഇതേ പ്രശ്നം തന്നെയാണ്. ആണല്ലേ? എന്റെ മോനും ഇതേ പ്രശ്നമുണ്ട്, ആസ്മയുടെ പ്രശ്നമുണ്ട്. അതുപോലെ ഈ കഫക്കെട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അത് ജനറ്റിക് ആണല്ലോ എല്ലാനും. ജനറ്റിക്സിന് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട്. ഇതുമായിട്ട് കണക്റ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. മോനും ഇതേപോലുള്ള പ്രശ്നമുണ്ട്. അപ്പൊ മോനും ഇവിടെ അടുത്തുള്ള ഡോക്ടേഴ്സിനെയൊക്കെ കാണിക്കുന്നത്. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്നലെ ലീവ് എടുത്തതാണ്. കാരണം ഈ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട്, അതായത് എന്റെ സെയിം പ്രശ്നം തന്നെയാണ്. അപ്പൊ മോനെയും ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവനെയും ഇന്നലെ കൊണ്ടുപോയി കാണിച്ചു. അവനും ഇതുപോലെ തന്നെ സ്പ്രേയും വാഷൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ, അപ്പൊ എൻഡോസ്കോപ്പി ചെയ്തു കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞപ്പോ എൻഡോസ്കോപ്പി ചെയ്തപ്പോ പറഞ്ഞത് നല്ല രീതിക്ക് മൂക്കിന് വളവുണ്ട്, ഒരു എല്ല് പോലെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെന്തായാലും കട്ട് ചെയ്ത് കളയണം, പക്ഷെ ഇപ്പൊ വേണ്ട, ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറുടെ അഡ്വൈസിലാണ് ശരിക്കും പറഞ്ഞാല് വാക്സിൻ എടുത്തത്. വേറൊരു ഡോക്ടറെ കാണിച്ചു. പിന്നെ ഈ ഡോക്ടർ തന്നെ ന്യൂറോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്തു. ആ ഡോക്ടറെ കാണിച്ചു. അങ്ങനെ 2-3 ഡോക്ടേഴ്സിനെ ഈ ഡോക്ടറിന്റെ അണ്ടറിൽ ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു. അപ്പോ ഞാൻ ഇപ്പൊ കാണുന്നവരോടൊക്കെ പറയും, നല്ല ഡോക്ടറാണ്, ആ ഹോസ്പിറ്റലിൽ ചെയ്ത് നല്ല സർവീസ് ആണ്. നമുക്ക് അധികം ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. 200 ആണ് നമുക്ക് ഫീസൊക്കെ വരുന്നത് സാധാരണ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ. അധികമായിട്ടുള്ള ഭീമമായിട്ടുള്ള തുകകളോ കാര്യങ്ങളോ ഒന്നും. പിന്നെ നല്ല സർവീസാണ് എല്ലാവരും. എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരിടത്ത് തന്നെ നമ്മുടെ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കുകയാണെങ്കിൽ, ഡോക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ CPO പേഷ്യന്റ് എന്താ പറയാ, ഡോക്ടറിന്റെ ചേംബറിന് മുന്നിലുള്ള കമ്പ്യൂട്ടറിൽ നമ്മുടെ ഹിസ്റ്ററി ഒക്കെ വരും. അപ്പൊ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് അവർ എഴുതുക. അപ്പൊ ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ അത്. ഓക്കെ, അപ്പൊ ഇതാണ് പറയാൻ വന്നത് കേട്ടോ. അപ്പൊ നമ്മള് കാണിക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കുക. അപ്പൊ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആകും. നമ്മള് കുറെ ഡോക്ടേഴ്സിനെ അധികം കാണിക്കേണ്ട ആവശ്യം, ഞാൻ കുറെ ഡോക്ടേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യമില്ലാതെ ആവശ്യമുള്ളതൊക്കെ എല്ലാത്തിനെയും കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു വ്യത്യാസവും തോന്നിയില്ല. ലാസ്റ്റാണ് ഇവിടെ പോയത്. ഇവിടെ പോയപ്പോ എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല്, പല സ്ഥലത്തായിട്ട് ഓടി നടക്കണ്ട, ഒരു ഹോസ്പിറ്റലിൽ തന്നെ പല ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനോട് നമുക്ക് ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ട് അവരുടെ അഡ്വൈസ് പ്രകാരം അവർ ഏത് ഡോക്ടറിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത് അവരെ കാണിക്കാം. അപ്പൊ ഞാനിന്നലെ മോനെ കൊണ്ടുപോയപ്പോ പറഞ്ഞത്, അതായത് ഈ ഡോക്ടറിനോട് സജഷന് വേണ്ടിയിട്ടാണ്. മോന്റെ അസുഖം ഇങ്ങനെയാണ്, പീഡിയാട്രിഷനെ 14 വയസ്സായിട്ടില്ല. അപ്പൊ പീഡിയാട്രിഷനെ കാണിക്കണമെങ്കിൽ അത് ഏതാണ് ആ പീഡിയാട്രിഷൻ എന്ന് ചോദിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഡോക്ടറെ കണ്ടത്. പക്ഷെ ഡോക്ടർ അതിന്റെ ആവശ്യമൊന്നും പറഞ്ഞില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. ഈ മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ അങ്ങനെയുള്ള ഡോക്ടേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാല്. കാരണം നമ്മളോട് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ, നമുക്ക് എന്തും ചോദിക്കാനായിട്ട് പറ്റണം അവരോട്. അത്തരത്തിലുള്ള, അല്ലാതെ വെറുതെ നമ്മുടെ അസുഖം മാത്രം പറഞ്ഞിട്ട് നമ്മൾക്ക് മരുന്ന് എഴുതുക, അതല്ലല്ലോ ശരിയായിട്ടുള്ള രീതി. നമ്മൾക്ക് എന്തും ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റണം. അത് ഡോക്ടേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും ആ ഒരു രീതിയിൽ വേണം എപ്പോഴും നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കാണാനായിട്ട്. ഓക്കെ, അപ്പോ നല്ല റേറ്റിങ്ങുകൾ അതുപോലെ തന്നെ നല്ല സ്കോറുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് രക്ഷിക്കുന്നത്. ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ്.
ഓക്കെ, അപ്പൊ കൂടുതൽ നല്ല റേറ്റിംഗുകൾ സ്കോറുകളൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രിയെ കുറിച്ച് പേഷ്യൻസ് കൂടുതലായിട്ട് അവിടേക്ക് ചെല്ലും. പിന്നെ രോഗികളുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഒപ്പീനിയൻസ്, ഫീഡ്ബാക്ക് ഒക്കെ ശേഖരിച്ച് നല്ല രീതിയിൽ നല്ല സർവീസ് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിന് സാധിക്കും. പിന്നെ സന്തുഷ്ടരായിട്ടുള്ള രോഗികൾ, അതല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രോഗികളാണെങ്കിൽ ആശുപത്രിയെ അവരുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തും. അതായത് സജസ്റ്റ് ചെയ്യും, ആ ഹോസ്പിറ്റലിൽ പോവാനായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് വായ്മൊഴി, അതായത് നമ്മൾ വായ കൊണ്ട് പറയുന്ന ഒരു എന്താ പറയാ, ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മള് എന്താണോ നമ്മൾ വായ കൊണ്ട് പറയുന്നത് അത് മറ്റുള്ള ആളുകൾ കേട്ടിട്ട് അവരെന്ത് ചെയ്യുന്നു, ആ ഹോസ്പിറ്റലിനെ ആശ്രയിക്കും. അപ്പോ അത് ആശുപത്രിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മള് പലതരത്തിലുള്ള നോട്ടീസുകൾ അടിച്ചിറക്കി, അല്ലെങ്കിൽ പലതരത്തിലുള്ള പരസ്യങ്ങൾ കൊടുത്തു. അതൊന്നും അത്ര മാർക്കറ്റിംഗ് രീതികളാണെങ്കിൽ കൂടിയും അതിനേക്കാൾ ഏറെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ആളുകൾ പറയുന്ന ഫീഡ്ബാക്ക് ആണ്, അല്ലെ? ഒരു സ്കൂളിനെ കുറിച്ചിട്ടായാലും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാ? നോട്ടീസോ അഡ്വർടൈസ്മെന്റോ കണ്ടിട്ടാണോ നമ്മൾ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്നേ? ആണോ? നിങ്ങൾ അങ്ങനെയാണോ ചേർക്കുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നിങ്ങൾ ചേർക്കുക? എങ്ങനെയാണ്? കൂടുതൽ ആളുകൾ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ റിവ്യൂ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ ചേർക്കുക. അതുപോലെ തന്നെയാണ്, അതായത് ആളുകൾ പറയുന്നത് എത്രത്തോളം ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരാൾ പറയുന്നു അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആശുപത്രിയുടെ പ്രശംസി വർദ്ധിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. Satisfied patients are also normally more complaint, which means they are more probable to get better or effectively manage chronic health issues. Consequently, they feel better and like hospital treatment, and care makes a difference to their well-being and quality of life. This also lets them to remain loyal to the hospital and show up for their appointments, generating a cycle of patient satisfaction benefits. അതായത് രോഗികൾക്ക് മികച്ച രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഔട്ട്കംസ് അഥവാ ചികിത്സാ ഫലങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൂടുതൽ കൃത്യമായിട്ട് പാലിക്കും. ഞാനിപ്പോ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്നെ അദ്ദേഹം നോക്കുന്നുണ്ടെങ്കിൽ, ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഫോളോ അപ്പ് ചെയ്യും, അല്ലെ? അദ്ദേഹം ടെസ്റ്റിന് വരാൻ പറഞ്ഞ ടെസ്റ്റിന് വരും, ഗുളികകൾ കഴിക്കാൻ പറഞ്ഞ ഗുളികകൾ കഴിക്കും, അല്ലെ? അപ്പൊ കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രോഗികളാണെങ്കിൽ മാത്രമാണ് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. അപ്പൊ അതിനാൽ തന്നെ രോഗിയുടെ അസുഖം വേഗം ഭേദമാക്കും. ഡോക്ടർ പറയുന്നത് പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റുക, നല്ല രീതിയിൽ നമ്മുടെ അസുഖം ഭേദമാകും. പിന്നെ ഇത് ലോങ് ടേം ആയിട്ടുള്ള രോഗങ്ങള് നമുക്ക് വരാതിരിക്കാനും അത് സാധിക്കും. അതും അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം, അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരം, ഇതൊക്കെ മെച്ചപ്പെടുന്നതായിട്ട് കാണാം, അല്ലെ? രോഗം വന്നാലാണ് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തത്, അല്ലെ? നമുക്ക് സമ്പാദിക്കാനൊന്നും പറ്റാത്തത്. ജോലിക്ക് പോയാലേ നമുക്ക് ശമ്പളം കിട്ടുമല്ലേ, നമുക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ ഇത്തരത്തില് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, അവരുടെ ജീവിത നിലവാരവും ഒക്കെ മെച്ചപ്പെടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അവരുടെ ലൈഫിന് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നതായിട്ടും കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആശുപത്രിയോട് വിശ്വസ്തരായിട്ട് തുടരും. പേഷ്യൻസ് എന്ത് ചെയ്യും, ആശുപത്രിയിൽ നല്ല വിശ്വാസം ഉണ്ടാവും അവർക്ക്. പിന്നെ കൃത്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, ഡോക്ടറെ കാണാനായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസിൽ വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണ്?
അപ്പൊ ഇതിൽ നിന്ന് ചിലപ്പോ 3 മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ കേട്ടോ. കാരണം നമ്മൾ ആകെ 2 പേജ് അല്ലേ, 1.5 പേജ് 1.25 പേജോളമാണ് എടുത്തത് കേട്ടോ. കുഴപ്പമില്ലല്ലോ. ആതിര മിസ്സിന്റെ കൂടെ തന്നാ മതിയോ നിങ്ങൾക്ക് 3 എണ്ണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നോ? ആതിര മിസ്സിന്റെ കൂടെ കൊടുത്താൽ മതി അല്ലേ? ആ ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി അല്ലേ? ഓക്കെ ഓക്കെ, നോക്കാം. ചിലപ്പോ സെപ്പറേറ്റ് ആയിട്ട് തരും, അല്ലെങ്കിൽ ആതിര മിസ്സിന്റെ കൂടെ ആയിരിക്കും തരുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഫുൾ ചാപ്റ്ററും കഴിഞ്ഞല്ലോ. എല്ലാവരുടെയും ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞോ? എല്ലാവരുടെയും ചാപ്റ്റേഴ്സ് കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇനി നാളെ ക്ലാസ് ഉണ്ട്, പിന്നെ വ്യാഴാഴ്ച ഉണ്ടാവോന്ന് അറിയില്ല. എന്തോ പെരുന്നാളല്ലേ? നിങ്ങൾക്ക് എന്താണ് അറിവ്? മുഹറം വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നജുവ, നജുവ പോയോ? ഫ്രൈഡേ ആണോ? ഫ്രൈഡേ ആണോ മുഹറം വരുന്നത് അല്ലേ? ആ ഓക്കെ ഓക്കെ, പെരുന്നാളല്ലല്ലേ? ആ ഓക്കെ, മുഹറം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് റിവിഷൻ എടുക്കാം കേട്ടോ. അപ്പൊ HMS എന്ന് പറയുന്ന നമ്മുടെ HIMS ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ ഒന്നും തന്നിട്ടില്ല. പിന്നെ മൊഡ്യൂൾ 3 എടുക്കാനുണ്ട്, പിന്നെ മൊഡ്യൂൾ 1 and 2 കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങള് കഴിക്കാം. ഓക്കെ, അപ്പൊ റിവിഷൻ ചെയ്യാം കേട്ടോ നാളെ തുടങ്ങി. അപ്പൊ എല്ലാവരും അതിന് പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ ഞാൻ. ചിലപ്പോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരും കേട്ടോ. നീ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം 5 എണ്ണമായിട്ട്, അല്ലെങ്കിൽ ആതിര മിസ്സിന്റെ കൂടെ 3 എണ്ണം കൊടുത്തേക്കാം. ഓക്കെ, ശരിയാണ്. ഓക്കെ, ബൈ, നാളെ കാണാം കേട്ടോ. താങ്ക് യു.